നബിയ്യി വനബിയ്യു ഹാദിഹിൽ ഉമ്മത്തി ജമീഅൻ, എൻ്റെ നബിയും ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകളുടെയും നബിയും ആരാണ്? ഹുവ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതാണ് നമ്മളുടെ നബി. അതുപോലെ തന്നെ ഈ ഉമ്മത്തിലെ ഓരോരുത്തരുടെയും നബിയാണ്. വദ്ദലീലു ഖൗലുല്ലാഹി തആല, അതിനുള്ള തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാകുന്നു. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും, നിങ്ങളിൽ പുരുഷന്മാരുടെ ആരുടെയും പിതാവല്ല മുഹമ്മദ്. മുഹമ്മദ് ആരല്ല? നിങ്ങളിലെ പുരുഷന്മാരുടെ പിതാവല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ പുരുഷന്മാർ ആ ഒരു പ്രായത്തിലേക്ക് എത്തിയ ആണുങ്ങൾ ഉണ്ടായിട്ടില്ല. ചെറിയ മക്കളുണ്ടായിട്ടുണ്ട്, ചെറിയ ആൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പുരുഷന്മാരെന്ന് പറയാവുന്ന റിജാൽ ഉണ്ടായിട്ടില്ല. കാരണം അവർ എന്ത് ചെയ്തു? നേരത്തെ തന്നെ മരണപ്പെട്ടു. ശരി, അപ്പോൾ പിന്നെ ആരാണ് താങ്കൾ? അല്ലെങ്കിൽ ആരാണ് മുഹമ്മദ്? മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ. മറിച്ച് മുഹമ്മദ് ആരാണ്? അല്ലാഹുവിൻ്റെ റസൂലാകുന്നു, അമ്പിയാക്കളിലെ അവസാനത്തെ ആളാകുന്നു. ആരാണ് റസൂലുള്ളാഹ്? ആരാണ് മുഹമ്മദ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലാകുന്നു. വഖാതമൻ നബിയ്യീൻ, അമ്പിയാക്കളിൽ നബിമാരിൽ ഏറ്റവും അവസാനത്തെ ആളുമാകുന്നു ആര്? മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖൗലുഹു തആല, ഈ പറഞ്ഞതിനുള്ള തെളിവാണ് മറ്റൊരായത്ത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും, നിരക്ഷരിൽ നിന്ന് നിരക്ഷരിലേക്ക് തന്നെ അയച്ച, എഴുതാനും വായിക്കാനും അറിയാത്തവരിൽ നിന്നുള്ള ഒരാൾ തന്നെ, അങ്ങനെയുള്ള ഒരു റസൂലിനെ അയച്ചവനാകുന്നു അല്ലാഹു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും, അവരിൽപ്പെട്ട ഒരു റസൂൽ, എഴുതാനും വായിക്കാനും ആ റസൂലിനും അറിയുകയും. എന്താണ് ആ റസൂൽ ചെയ്തത്? യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കുന്ന, വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്ന, അവരെ തിന്മകളിൽ നിന്നും ശുദ്ധരാക്കുന്ന, വയുഅല്ലിമുഹുമുൽ കിതാബ, അതുപോലെ വേദഗ്രന്ഥം അവർക്ക് പഠിപ്പിക്കുന്ന, വൽ ഹിക്മത, യുക്തി എന്ന വാക്കർത്ഥം അതിന് ഉലമാക്കൾ പറഞ്ഞു സുന്നത്ത്. അതായത് കിതാബും സുന്നത്തും പഠിപ്പിക്കുന്ന റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മികളിൽ നിന്ന്, നിരക്ഷരരിൽ നിന്ന് അയച്ചു എന്ന് റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വഇൻകാനു, അവരാരായിരുന്നു? അവരുടെ അവസ്ഥ എന്തായിരുന്നു? ഈ നിരക്ഷരരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരുന്നു? മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ തീർച്ചയായും മുന്നേ വളരെ വഴിപഴച്ച അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരിലേക്ക് ആരെ അയച്ചു? റസൂലിനെ അയച്ചു. വഖൗലുഹു തആല, അതുപോലെ തന്നെ ഈ വിഷയത്തിന് തെളിവാണ് അള്ളാഹുവിൻ്റെ മറ്റൊരു വാക്ക്. ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അവൻ്റെ റസൂലിലും വിശ്വസിക്കുക. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا.